ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ SN വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാനൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനെക്കാട്ടി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു 15 പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ച് മാറ്റണം. അതിനുശേഷം നമുക്ക് ചതക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് 4 സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. അതും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചരുവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പട്ട ഏലക്ക ഗ്രാമ്പൂ എടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. അത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ തലേന്ന് അരപ്പ് പുരട്ടി വെച്ചതാണ്. ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, ചിക്കൻ മസാല, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് തലേന്ന് രാത്രി അരപ്പ് പുരട്ടി വെച്ചതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നേരത്തെ നമ്മൾ ചതച്ചിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാ ചിക്കനിലും ആവത്തക്ക രീതിയിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ ഇവിടെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതും കൂടെ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബിരിയാണി മസാലയും കറി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടച്ച് വെച്ചതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ചിക്കനിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരുപാട് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് സവാളയാണ്. നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതുപോലെ വറുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ അരച്ചതാണ്. അതും അര കപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വീണ്ടും 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബിരിയാണി മസാല ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത് തൈരാണ്. ഞാൻ ഇവിടെ ഒരു സ്പൂൺ തൈര് ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബിരിയാണി മസാലയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് ബിരിയാണി റൈസാണ്.
നമുക്കപ്പോൾ അത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, 1 ഇലയാണ്. അതെല്ലാം ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിക്ക് ആവശ്യമായ വെള്ളമാണ്. അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അരി എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് ചെറിയൊരു പീസ് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചോറ് മാറ്റിയിടാം. ഇത് ലാസ്റ്റ് ഇടാനാണ്. ഞാൻ ഇതിൽ നിന്ന് പകുതിയും ചോറ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് സവാള വറുത്തതാണ്. സവാള വറുത്തതിൽ ഞാൻ മല്ലിപ്പൊടിയും കറി മസാലയും അണ്ടിപ്പരിപ്പും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ഇടാൻ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫുള്ള് നിരത്തി വേണം നമ്മൾ മസാല എല്ലാം ഇട്ട് കൊടുക്കാൻ. നമ്മൾ മസാല എല്ലാം ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മാറ്റി വെച്ച ബാക്കി ചോറും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. നമ്മൾ ഫുള്ള് ചോറും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വറുത്ത സവാളയാണ്. അതും ഞാൻ ഇതുപോലെ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ ഫുള്ള് സെറ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.